ഗുഡ് മോർണിംഗ് ആൾ. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഒരു 85 പോയിൻ്റ് അപ്പായി നിൽക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജപ്പാനിൽ നിന്നുള്ള ട്രേഡ് ഡീൽ നടന്നു എന്നുള്ളതാണ്. ജപ്പാനിലെ ട്രേഡ് ഡീലിൽ പ്രധാനമായിട്ടുള്ള ഈ മൂവ്മെൻറ്റ് വന്നപ്പോൾ തന്നെ അവിടെയുള്ള എന്ന് പറഞ്ഞാൽ ജപ്പാൻ ഷെയർ മാർക്കറ്റുകൾ ഏകദേശം 1000 പോയിൻ്റ് അപ്പാണ്. ഇതാണ് ഇപ്പോൾ ഇന്നൊരു ട്രെൻഡ് പോസിറ്റീവായിട്ട് ഓപ്പണിങ്ങിന് കാരണം. അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റും ഇന്നലെ ഏകദേശം ഒരു സൈഡ് വൈസ് ട്രെൻഡാണ് കീപ്പ് ചെയ്തിരുന്നത്. എങ്കിലും നമ്മൾ എ ഡി ആർ എടുത്ത് നോക്കുമ്പോൾ എ ഡി ആറിൽ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ വിപ്രോ ഏകദേശം സ്ലൈറ്റ് മൈനസ്, അതുപോലെ ഐ സി ഐ സി ബാങ്ക് സ്ലൈറ്റ് മൈനസ്, എച്ച് ഡി എഫ് സി എ ഡി ആർ സ്ലൈറ്റ് മൈനസ്, ഡോക്ടർ ഡി സ്ലൈറ്റ് മൈനസ്, എല്ലാം മൈനസാണ്. അതുകൂടി ഇൻഫോസിസ് മാത്രമാണ് ഒരു ചെറിയൊരു പ്ലസ് ട്രെൻഡ് കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ട്രെൻഡ് തന്നെയാണ് മാർക്കറ്റിൽ ക്ലോസിങ് വരെ പോയിരിക്കുന്നത്. എക്സാക്റ്റ് പെട്ടെന്നുണ്ടായിരുന്ന ട്രേഡിനിൽ നടന്നു എന്നുള്ള ഒരു ഗുഡ് ന്യൂസാണ് ഇപ്പോൾ മാർക്കറ്റിനെ 85 പോയിൻ്റ് എത്തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇന്നലത്തെ ക്ലോസിങ് എടുക്കുകയാണെങ്കിൽ മിനിഞ്ഞാന്നത്തെ ഹൈയിൽ നിന്ന് ഇന്നലത്തെ ലോ ക്ലോസ് ചെയ്തു. ലോയിൽ ന്യൂട്രലായിട്ട് നിർത്തിയതായിട്ട് എനിക്ക് തോന്നി. മാർക്കറ്റിൽ ന്യൂട്രൽ എങ്ങോട്ട് വേണമെങ്കിൽ ഞങ്ങൾ പോവാം എന്നുള്ള മാർക്കറ്റ് നിർത്തിയോണ്ട് തന്നെ ഈ 85 പോയിൻ്റ് അപ് ട്രെൻഡ് എന്നുള്ളത് തന്നെ ഒരു പോസിറ്റീവ് ട്രെൻഡായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു 15 to 20 മിനിറ്റ്സ് വാച്ച് ചെയ്യേണ്ടതാണ്. അതിനുശേഷം മൂവ്മെൻറ്റ് പറയാൻ പറ്റുള്ളൂ. ട്രേഡ് ഡീലാണെങ്കിൽ നമ്മൾ നീണ്ടു പോകുകയാണ്. ഏകദേശം ട്രേഡ് ഡീൽ മിഡിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മന്തിലെ മിഡോട് കൂടിയാണ് ട്രേഡ് ഡീൽ വരാൻ സാധ്യതയുള്ളൂ എന്നുള്ളതുകൊണ്ടും ട്രേഡ് ഡീലായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യക്ക് ഗുഡ് ന്യൂസുകളൊന്നും പ്രത്യേകിച്ച് പറയാനില്ല എന്നുള്ളതാണ്. നെഗറ്റീവ്സ് എന്താണെന്ന് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഒരു ഏകദേശം 550 അറബ് ഡോളറിൻ്റെ ഒരു ബിസിനസ്സാണ് ജപ്പാൻ അമേരിക്കയ്ക്ക് കൊടുക്കുന്നത്. എന്ന് അവിടെ ബിസിനസ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ആണ്. ജപ്പാൻ നേരിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് 15% അവരുടെ ട്രേഡ് ഡീലിൽ വന്നിരിക്കുന്നത് 15% ആണ്. അപ്പോൾ 15% അവർക്ക് ഇട്ടുകൊട്ട സ്ഥിതിക്ക് ഒരു കാര്യം തീരുമാനമായി. 15% കുറവൊന്നും ബാക്കിയുള്ളവർക്ക് വരാൻ സാധ്യതയില്ല. ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഈ 15% ഏറെക്കുറെ ഒരു ഫിക്സ് ആവുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇത് മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നോക്കണം. കാരണം ഇതിപ്പോൾ ഇന്ന് വന്ന കാലത്തെ ന്യൂസ് ആയതുകൊണ്ട് തന്നെ ബാക്കപ്പിൽ എങ്ങനെയാണ് മാർക്കറ്റ് നടക്കണേ എന്നുള്ളത് വലിയ റിസ്ക്കി ആയിട്ട് തന്നെ മാറുന്നുണ്ട്. കൺസോളിഡേഷൻ പീരീഡാണ്. മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. എങ്കിലും ഇന്ന് പോസിറ്റീവ് ട്രെൻഡ് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഡി എൽ എഫ് കൗണ്ടർ ഇന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നു. ഡിക്സൺ ടെക്നോളജീസ് നല്ല റിസൾട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നൊരു മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട്. പൂനാവാല എന്നുള്ള ഫിൻകോർപ്പറേഷൻ്റെ ഷെയർസ് ഒന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ ലോ വെച്ചിട്ട് വാച്ച് ചെയ്തിട്ട് ഇന്നലത്തെ ലോ എപ്പോഴും വച്ചിട്ട് വേണം വാച്ച് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.